ജീവിതം പ്രിയമുള്ള നൊമ്പരം ചേർത്തുവച്ചു. ഒപ്പം നടക്കുവാൻ ആകാശവീഥിയിൽ ദുഃഖചന്ദ്രക്കല ബാക്കിയായി. ഇനി എനിക്കിവിടിരുന്നൊറ്റയ്ക്കുറങ്ങുവാൻ മൗനരാഗം തരൂ കൂട്ടുകാരി. അബി എന്തോ എങ്ങനെയുണ്ടായി? കുഴപ്പമില്ല, പാടാൻ പറ്റി. സാറിന്റെ മുമ്പിലോ? പേടിയുണ്ടായിരുന്നോ? നമുക്ക് എന്തായാലും സാറിനോട് തന്നെ ആദ്യം ചോദിക്കാം. സാർ എങ്ങനെയുണ്ടായിരുന്നു? വളരെ നന്നായിരുന്നു മോനെ. താങ്ക് യു സാർ. അഭിനവ് ഈ കവിത തിരഞ്ഞെടുക്കാൻ കാരണം നമ്മളൊരു നാട്ടുകാരായതുകൊണ്ടാണോ അതോ ഒരേ നാട്ടുകാരുണ്ടോ സാർ? അതുകൊണ്ടാണോ എടുത്തത്? അതിമനോഹരമായി അഭിനവ് പാടി. എനിക്കതില് സന്തോഷം തോന്നുന്നത് എന്താണെന്ന് കേട്ടാലേ, ഞാൻ സംഗീതം പഠിച്ചിട്ടില്ലാത്ത ഒരാളായതുകൊണ്ട് അതിന്റെ റഫ്നെസ് അതിനകത്ത് കിടപ്പുണ്ട്. പക്ഷേ മോന് സംഗീതം അറിയാവുന്നത് കൊണ്ട് അതിനെ ഒന്ന് പോളിഷ് ചെയ്യുകയും കൂടെ ചെയ്തിട്ടാണ് ഒരു അഡീഷൻ നടത്തിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് അതിനെ കുറച്ചുകൂടെ നന്നാക്കി. ഒരു പക്ഷേ വേറെ ആരെങ്കിലും ഗായകൻ അത് പാടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ചുകൂടെ ജനങ്ങളിൽ അത് എത്തുമായിരുന്നു എന്ന് മോൻ നന്നായി ചൊല്ലുന്ന കേൾക്കുമ്പോൾ എനിക്ക് ഒന്ന് തോന്നി. എത്ര മനോഹരമായി ഗംഭീരമായി ആലപിച്ചു. സംഗീതവുമായി ബന്ധപ്പെടുത്തി എനിക്കൊന്നും പറയാനില്ല. എനിക്ക് പറയാനുള്ള എൻ്റെ വാക്കുകളോട് 100% സത്യസന്ധത പുലർത്താൻ അഭിനവിൻ്റെ ആലാപനത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ ശരത്, ഈ പടമുണ്ടല്ലോ, ഈ സിനിമ അതൊരു ഓഫ് ബീറ്റ് സിനിമയായി പോയി. പറയാൻ മറന്നതെന്നാണ് സിനിമയുടെ പേര്. കുറച്ച് ചെറുപ്പക്കാർ കുട്ടികൾ ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. പക്ഷെ ആരും കണ്ടില്ല. പക്ഷെ ഗംഭീരം സിനിമ. അതായത് അവരെന്നോട് ആവശ്യപ്പെട്ടത് ഒരു കവിത, ഒരു സിറ്റുവേഷൻ പറഞ്ഞു തന്നു. അരുൺ എന്ന് പറയുന്നൊരു പയ്യനാണ്. അപ്പോൾ രണ്ടും അരുണാണ്. സംഗീതം ചെയ്തതും അരുൺ സിദ്ധാർത്ഥ് എന്ന് വേറെ പേരാണ്. അപ്പോൾ ഈ അരുൺ ഭാസ്കർ എന്ന് പറയുന്ന സംവിധായകനാണ് എന്നെ വിളിച്ച് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഒരു കവിത ചെയ്തു തരണം. ഞാൻ ചെയ്തു. അതായത് 10ാം ക്ലാസ് വരെ ഫുൾ A+ കിട്ടിയ ഒരു പെൺകുട്ടി, അവൾക്ക് +2 അവൾ തോക്കുന്നു. എല്ലാത്തിനും D കിട്ടുന്നു, തോക്കുന്നു. അവൾ ആത്മഹത്യ ചെയ്യുന്നു. അതാണ് സിനിമയുടെ ഒരു ത്രെഡ് എന്ന് പറയുന്നത്. അപ്പം നാട്ടുകാരെല്ലാവരും വിചാരിക്കുമല്ലോ, സ്വാഭാവികമാണല്ലോ, 10ാം ക്ലാസ്സിൽ എല്ലാത്തിനും ഉയർന്ന മാർക്ക് വാങ്ങിയ കുട്ടി +2 എല്ലാത്തിനും തോറ്റു പോകുമ്പോൾ ഉണ്ടാകുന്ന മാനസിക വ്യഥയിൽ കുട്ടി ആത്മഹത്യ ചെയ്തു. അത് സ്വാഭാവിക മരണമായി കണ്ടു ആളുകൾ.
അത് യഥാർത്ഥത്തിൽ എന്താണെന്നാണ് ആ പടം പോകുന്നത്. അതായത് അവളുടെ പിതാവിൻ്റെ തുല്യ പ്രായമുള്ള തൊട്ടയൽവാസിയായ ശില്പിയോട് അവൾക്ക് തോന്നുന്ന പ്രണയത്തിൽ നിന്നുണ്ടാകുന്നതാണ് ആ കഥ. ഇത് ലോകം അറിയുന്നില്ല, അത് അറിയുന്നതേയില്ല. അത് അയാളും ഈ കുട്ടി മാത്രം അറിയുന്നു കഥ തീരുന്നവരെ. അപ്പൊ ഈ പറയുവാനാകാത്തൊരായിരം കഥനങ്ങൾ, ആ വരി വരുന്നത് അങ്ങനെയാണ്. അപ്പൊ പുള്ളി ഈ സിറ്റുവേഷൻ പറഞ്ഞു തരുമ്പോൾ തന്നെ എൻ്റെ മനസ്സിനകത്ത് ഏതാണ്ട് ഏകദേശം ആ സാധനം വന്നു. പറയുവാനാകാത്തൊരായിരം കഥനങ്ങൾ ഹൃദയത്തിൽ മുട്ടി വിളിച്ചിടുമ്പോൾ ഇനി എനിക്ക് വിടിരും നൊറ്റയ്ക്കു പാടുവാൻ കഴിയുമോരാ കിളി കൂട്ടുകാരി. അതായത് വേറൊരു മനുഷ്യൻ, സാധാരണ ഒരു മനുഷ്യൻ, തെരുവിലുള്ളൊരു മനുഷ്യൻ എല്ലാ ദിവസവും വൈകുന്നേരം വെള്ളമൊക്കെ അടിച്ചിട്ട് വരികയോ ഒക്കെ ചെയ്ത് കിടന്നുറങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും വിളിച്ച് പാടും. അതായിട്ടാണ് ഇയാൾക്ക് അറിഞ്ഞൂടാ, പക്ഷേ സിറ്റുവേഷൻ ഇതാണ് എന്നുള്ള രീതിയിലുള്ള അതാണ്. അപ്പോൾ അങ്ങനെ എഴുതിയ ഒരു കവിതയാണത്. അതുകൊണ്ട് എന്തായാലും അത് നന്നായി. അത് ആമച്ചൽ സദാനന്ദൻ, ഞാൻ നേരത്തെ ആമച്ചൽ രവിയുടെ ഗായകൻ, അതുപോലൊരു ഗായകനാണ്. ഗായകൻ മാത്രമേ മഹാപണ്ഡിതനായിട്ടുള്ള ഒരു അധ്യാപകനാണ്. എൻ്റെ ഗുരുനാഥന് തുല്യനാണ് അദ്ദേഹം. അദ്ദേഹം ആണ് സത്യത്തിൽ ഇതിന് ആ ഈണം തന്നിരിക്കുന്നത്. ഈ അരുൺ ഭാസ്കറാണ് ഇത് അതിനെ ഇങ്ങനെ ആക്കിയിരിക്കുന്നെങ്കിലും ഞാൻ ചൊല്ലിയിരിക്കുന്നത് അദ്ദേഹം തന്ന ഒരു ഈണമാണ്. ഇങ്ങനെ അദ്ദേഹമാണ് ആക്കാൻ. ഇതിനകത്ത് ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് തന്നിട്ടുള്ള ഒരു കവിതയാണിത്. എന്തായാലും അഭിനവ്, എൻ്റെ നാട്ടുകാരൻ, പ്രിയപ്പെട്ട മോൻ, മനോഹരമായി. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? 7-ല്. എത്ര? അല്ല, ഇപ്പൊ 8-ലായി. 8ാം ക്ലാസ്സിലാണ്. 8ോട്ടായോ നീ? 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പം വലിയ സന്തോഷം. എൻ്റേതല്ല, പഴയ ആളുകളുടെ, പൂർവ്വസൂരികളായ മഹാന്മാരായ കവികളുടെ കവിതകളെ അന്വേഷിക്കുക, കണ്ടെത്തുക, മനോഹരമായി ആലപിക്കുക. ആശംസകൾ. താങ്ക് യു സാർ. താങ്ക് യു സർ. ശരത് സർ, മക്കളെ ഇതൊക്കെ മനോഹരമായിട്ട് ചൊല്ലി മോനെ. അത് അദ്ദേഹം എഴുതിയ ആള്, പാടിയ ആള്, അദ്ദേഹം തന്നെ പറയുമ്പോൾ അതിന്റെ അപ്പുറം മേളിൽ കൂടെ നമ്മൾ എന്ത് പറയാനാണ്. നന്നായിട്ട് ചൊല്ലി കേട്ടോ. താങ്ക് യു സാർ. വളരെ ആർദ്രമാണ് ഇതിലെ ഓരോ വരികളും. അത് പിന്നെ പറയേണ്ട കാര്യമല്ല, മുരുകൻ അങ്ങനെ എഴുതുന്ന ഒരു വ്യക്തിയാണ്. മക്കളെ, ഈ എനിക്ക് നഷ്ടമോഹങ്ങൾക്ക് അതൊന്ന് പാടാമോ? നഷ്ടമോഹങ്ങൾക്കുമേലടയിരിക്കുന്ന പക്ഷിയാണിന്നു ഞാൻ കൂട്ടുകാരി. പക്ഷി ഒരു വിധം ഇപ്പൊ ശരിയായി കേട്ടോ. പക്ഷിയെ ശരിയായി കാണും. മായാത്ത ചിത്രം, അതൊരു സുഭഗം. മോൻ പറയുന്ന അക്ഷരങ്ങളൊക്കെ കുറേ കൂടെ വൃത്തിയായിട്ട് പറയാ. പിന്നെ ഈ മായാത്ത, അതൊന്ന് പാടാമോ? ആരോ വിരൽ തുമ്പു കൊണ്ടെന്റെ തീരത്തു മായാത്ത ചിത്രം വരച്ചിടുന്നു. ആ കണക്ട് ഒന്ന് നന്നാക്കിക്കോ മോനെ. പെട്ടെന്നൊരു നമ്മൾ കട്ട് ചെയ്ത് ഒട്ടിച്ച പോലുണ്ട്. ഒന്നുകൂടെ പാടാമോ? ആരോ വിരൽ തുമ്പു കൊണ്ടെന്റെ തീരത്തു മായാത്ത ചിത്രം വരച്ചിടുന്നു. പിന്നെ തഴുകുവാൻ കഴിയുമോ? അതൊന്ന് പാടാമോ മോനെ? തഴുകുവാൻ കഴിയുമോ കൂട്ടുകാരി? അപ്പൊ അത് കൊള്ളാം. അതിന്റെ ഒരു മ്യൂസിക്കൽ സംഭവം. മറ്റേതെല്ലാം മോൻ നന്നായിട്ട് പഠി. ഇത്ര എങ്ങനെ പഠിച്ചടാ നീ? മുരുകൻ കാട്ടാക്കട ഒരു പേന മുഴുവൻ തീർത്ത് എഴുതി വെച്ചേക്കുക. അത് ഇത്ര എങ്ങനെ പഠിച്ചു നീ? എനിക്ക് മലയാള ഭാഷയെ കുറേ സ്നേഹമുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. ഞാനിങ്ങനെ ആലോചിക്കുന്നു, ഇത് എന്തോന്ന് ഷാന, എന്തോന്ന് കാര്യം എഴുതിയൊക്കെ വെച്ചേക്ക. അത് മുഴുവൻ പാടിയില്ലേ മോൻ? വലിയ കാര്യമാണ്. 2 ദിവസം എടുത്തു. വേദകാലം മക്കളെ നന്നായിടാ. താങ്ക് യു സാർ. നന്നായി. ഈ റെസിറ്റേഷൻ കോമ്പറ്റീഷനൊക്കെ പോകാറുണ്ടോ? ഈ പദ്യപാരായണത്തിന് പോകാറുണ്ടോ സ്കൂളിൽ? പോകാറുണ്ട് സാർ, പോകാറുണ്ട്. എന്തൊക്കെ കോമ്പറ്റീഷൻസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് അഭിനവ്? ലൈറ്റ് മ്യൂസിക്കിന്, ശാസ്ത്രീയ സംഗീതം, പിന്നെ കവിത, റെസിറ്റേഷൻ. ഇത്രയും സോങ്ങിൽ ഒരാളായിരിക്കുമല്ലോ. മാപ്പിള പാട്ടിന്. കൊള്ളാം. കാര്യം അത് നമ്മള്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ നേരെ തിരിച്ച, ഇപ്പൊ സംസാരിക്കാനായി. ഇല്ല, ഞാന് അപ്പൊ ഒരു കവിത ചൊല്ലണം. ഈ കവിത ചൊല്ലുന്നതിന് മുമ്പ് മുരുകൻ ഈ ആരാണത് രചിച്ചതെന്ന് പറയണം. അപ്പൊ അത് കേറിയിട്ട് ഇന്ന ആള് രചിച്ച ഒരു കവിതയാണ് ഞാൻ ഇന്ന് ചൊല്ലാൻ പോകുന്നത്. ഇത്രേ ഉള്ളൂ. കേറിയിട്ട് ഞാൻ കരയാണ്. എനിക്ക് പറ്റുന്നില്ല. പിന്നെ പാട്ടങ്ങ് ചൊല്ലി തുടങ്ങിയപ്പോൾ അത് ചൊല്ലലല്ല, പാട്ടായിരുന്നു. വെച്ച് കാച്ചോട് കാച്ചു. പക്ഷെ പറയാൻ പറ്റുന്നില്ല. ഒരക്ഷരം എനിക്ക് സ്റ്റേജിൽ കയറി സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതൊക്കെ മാറി. ഇപ്പൊ സംസാരം മാത്രമേ ഉള്ളൂ. സംസാരമാം ജീവിതം എന്ന് കേട്ടിട്ടില്ലേ? അത്
ഓക്കെ മക്കളെ എന്തൊക്കെയായാലും നന്നായടാ. ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിന്റെ കവിത ചൊല്ലാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. താങ്ക് യു സാർ. താങ്ക് യു സർ. ഷാനിക്ക ഞാനും ആദ്യം എനിക്കൊന്നും ഇത് ആദ്യമായിട്ടാണ് ഒരു 4 പേജിലുള്ള ഒരു സംഭവം നമ്മുടെ മുന്നിൽ വരുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ജഡ്ജ് എന്ന് പറയുന്നത് അദ്ദേഹം തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ അപ്പുറത്ത് നമുക്ക് ആർക്കും ഒന്നും പറയാനില്ല. അദ്ദേഹം അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. അതുകൂടാതെ ശരത്തേട്ടനും പറഞ്ഞു. ഞാനും ആകെ നഷ്ടമോഹങ്ങൾക്ക് എനിക്കൊന്ന് ആ ലോല് വരുമ്പോഴുള്ള ഒരു സ്ട്രെയിൻ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ബാക്കി എല്ലാം നല്ല ഒരു ഈ കവിതകൾ ചെയ്യുന്ന ഒരു ഭയങ്കര ഒരു മാജിക് ക്രിയേഷൻ ഉണ്ട്. അതിങ്ങനെ ഇങ്ങനെ ഒരു ട്രാൻസി പോലെ ഇങ്ങനെ പോയി 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 അതിങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. നല്ല ഒരു 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 എന്താ പറയുക, ഒരു ഹോണ്ടിങ് സംഭവം. പിന്നെ ഈ പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞ മറ്റേ വരിയുടെ അത് ഭയങ്കര ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ എന്തായാലും നന്നായിട്ട് തന്നെ പാടിയടാ കേട്ടോ. താങ്ക് യു സാർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഹരിചേട്ടാ എന്താ പറയാ, ഒരു ഭാഗ്യം തന്നെയാണ് അതിന്റെ സൃഷ്ടാവിന്റെ മുമ്പിൽ ഇരുന്ന് തന്നെ നന്നായിട്ട് പ്രസന്റ് ചെയ്ത് നല്ല കമന്റ് അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അപ്പൊ ഞങ്ങളുടെ ജഡ്ജ്മെന്റിനെക്കാളും വലിയ ജഡ്ജ്മെന്റ് ആണത്. സോ കൺഗ്രാറ്റ്സ് അഭിനവ്. പിന്നെ എനിക്ക് ആദ്യം തോന്നി കുറച്ച് ടെമ്പോ ഇങ്ങനെ കവിതയാകുമ്പോഴത്തേക്ക് ആ ഒരു കറക്റ്റ് ഋതത്തിൽ പോയ രസമായിരുന്നു തോന്നി. ചെറുതായിട്ട് ഒരു ജെർക്ക് വന്നു നിനക്ക്. കുറച്ചൊരു ഓട്ടവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ചില വാക്കുകൾ ചിലപ്പോൾ ശബ്ദം മാറുന്നതിന്റെ ആവാം. ഇപ്പൊ പക്ഷിയാണ് ഇന്നു ഇന്നു ഞാൻ ഇന്ന് ഞാൻ എന്ന് പാടുമ്പം ഇന്നു ഞാൻ ഉ ആ ഈ വാക്കുകളൊക്കെ കുറച്ച് ചില സ്ഥലത്ത് എനിക്ക് ഒന്നുകൂടി ഒന്ന് ബെറ്റർ ആവാൻ തോന്നി. ഇപ്പൊ മൗനരാഗം അതൊന്ന് പാടാവോ? മൗനരാഗം അത് മൗനരാഗം എന്നാണ് കേൾക്കുന്നത്. അത് മോനായതുകൊണ്ടാണ്. മൗനരാഗം തരൂ. അതുപോലെ നിന്നുണർന്നു വീണു എന്നാ നീ പാടുന്നത്. അത് നമുക്ക് വീട്ടിൽ പറയാം. ചാനലിൽ പാടുമ്പോ നിന്നുണർന്നു. ഞാൻ ഉണർന്നമ്മേ അമ്മ ഉണർന്നു. നിന്നുണർന്നു വീണു. നിന്നൂർന്നു വീണു. എന്തായാലും അത് നോർന്നു എന്നായിരുന്നു പാടിയത്. ശരി. ഏകാരം അകാരം ഒകാരം ഇകാരം ഇതെല്ലാം കറക്റ്റായിട്ട് പാടിയാലേ കവിത കേൾക്കുന്നവർക്ക് ചില അക്ഷരങ്ങൾ മാറിയാൽ പ്രശ്നമാണ്. അത് പണ്ടേ അഭിനവന്റെ നമ്മൾ പറയുന്ന ഈ അക്ഷരം വേ എ ആ ഇ ഇതൊക്കെ ഒന്ന് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. എങ്ങനെയാണ് പ്രാക്ടീസ്? അകാരം പ്രാക്ടീസ് ചെയ്യും. പിന്നെ വികാരം ഉകാരം കറക്റ്റ് ആയിട്ട് അങ്ങനെ ചെയ്യോ എല്ലാ ഡേയ്സും? ചെയ്യും. എല്ലാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ വരില്ല. അറിയൂടാ സർ. അല്ല അറിയേണ്ടതല്ല, അത് ട്രെയിനിങ്. നീ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ തെറ്റ് വരില്ല. അതിനു വേണ്ടി ഒരു നമ്മളൊരു എന്താ പറയുക, കുറച്ച് വർക്ക് ചെയ്യണം. അകാരം എ ഇ മനസ്സിലായില്ലേ? അത് കുറച്ച് വർക്ക് ചെയ്യണം. കുറേ എപ്പിസോഡ്സ് ആയിട്ട് ഞങ്ങളിങ്ങനെ പറയുന്നുണ്ട്. അടുത്ത എപ്പിസോഡിലത് ഞങ്ങൾ പിടിക്കും കേട്ടോ. കുറച്ചുകൂടി ഒന്ന് പിടിക്കാനുണ്ട്. പക്ഷെ സാറിന്റെ ആ ഒരു നല്ല ജഡ്ജ്മെന്റ് ആണ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ സേവ് ചെയ്തത്. ഓക്കെ അഭിനവ്, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ഹരിചേട്ടാ. ഓക്കെ അഭി, ഇനി മാസം ഇനി മാസമായിരുന്നു. ഏത് മാസം മക്കളെ? ഇനി മാസം ചോദിക്കാന്ന്. മാർക്സ് ചോദിക്കാം. ഓക്കെ ശരത് സർ. യെസ് ബോസ്. മാസായിട്ട് ആ മാർക്ക് അങ്ങ് കൊടുക്കവന് കൊടുക്കട്ടെ. അപ്പൊ എന്തൊക്കെയാലും മക്കളെ, നിനക്ക് ഞാനൊരു 8.5 മാർക്സ് തരും. താങ്ക് യു സാർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക 8.5. താങ്ക് യു സാർ. ഹരിചേട്ടാ കുറച്ചുകൂടി കൂടുതൽ ഇട്ടിട്ടുണ്ട് എന്തായാലും. ഓക്കെ. സോ ടോട്ടൽ 17. ഓക്കെ അഭി.